രാവിലെ കാലാവസ്ഥ നിരീക്ഷണത്തിൽ നിന്നായിരുന്നു തുടക്കം. ആദ്യം തന്നെ തലേന്ന് കഴിച്ച ഫുഡ് പോലും ആവിയാക്കിക്കൊണ്ടുള്ള ഒരു മൽപ്പിടുത്തം നടത്തി എൻ്റെ ജാമും കുപ്പിയായിട്ട്. എന്നിട്ടാണ് ആശാനൊന്ന് തുറന്നു വന്നത്. അത് തുറന്നെടുത്ത് 2 സ്ലൈസ് ബ്രെഡും കഴിച്ച് നമ്മൾ നേരെ റെഡിയായി യാത്ര പോകുന്നത് ക്ലെമൻഷോയിലേക്കാണ്. വിൻ്ററിങ് അടുത്ത് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഗെറ്റപ്പ് മറ്റേ കുബേരൻ സിനിമയിലെ ദിലീപ് ഇല്ലേ, പുള്ളി മറ്റേ ബംഗ്ലാവിൽ നിന്ന് ചാടി ഇറങ്ങി വരുന്ന ആ ഒരു മോഡലിലായിരുന്നു. ഒറ്റക്കാരനേ ഉള്ളൂ, ഒട്ടും തണുപ്പടിക്കാൻ പാടില്ല. കുറച്ച് അത്യാവശ്യം ക്ലൈമറ്റ് മോശമാണ്, 2-3 ദിവസമായിട്ട് മഴയുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തണുപ്പടിക്കാണ്ട് പുറത്ത് പോകണേന്ന്. കാരണം എനിക്ക് ചെറുതായിട്ട് ഈ വീസിങ്ങിൻ്റെ അസ്കിതുണ്ട്. ഞാനിവിടെ ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായ ബ്രസൽസിലാണ് താമസിക്കുന്നത്. അവിടെ വന്നിട്ട് ബയലെന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. ഇവിടുന്ന് ഒരു 20-25 മിനിറ്റ് ഉണ്ട് ഞാനിപ്പോൾ പറഞ്ഞ ലാർജസ്റ്റ് മാർക്കറ്റിലോട്ട്. അത് ക്ലെമൻഷൂ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. മാർക്കറ്റ് ഞങ്ങൾ പൊതുവെ ക്ലെമൻഷൂ മാർക്കറ്റ് എന്ന് തന്നെയാണ് പറയുക. പക്ഷേ എൻ്റെ ശരിക്കുള്ള പേര് അബറ്റോർ ഓഫ് ആൻഡർലെഹ്റ്റ് എന്നോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ബസ് ഇറങ്ങി പോറ്റെദനാമൂർ എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷനിൽ ചെന്ന് അവിടുന്ന് ക്ലെമൻഷൂ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയാൽ നേരെ മേളിൽ കയറി റോഡ് ക്രോസ് ചെയ്താൽ തന്നെ ക്ലെമൻഷൂ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതൊരു വീക്കെൻഡ് മാർക്കറ്റാണ്. അതായത് ഫ്രൈഡേ തൊട്ട് സൺഡേ വരെ ഉള്ളൂ. അതും രാവിലെ 7 മണി തൊട്ട് 2 മണി വരെ. അത്രയും നേരം മാത്രമേ ഈ ഒരു സെറ്റപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റത്തുള്ളൂ. ഈ 2 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഇവർ പൊട്ടിക്കെട്ടി ഇവർ സ്ഥലം വിടും. അതായത് എൻ്റെ പ്ലേസേ വിജനമായിരിക്കും. ഇതൊരു 2 കിലോമീറ്റർ തൊട്ട് അതിന് മേളിലോട്ടുള്ള അത്രയും നീട്ടത്തിലുള്ള ഒരു മാർക്കറ്റാണ്. ഇവിടെ നമുക്ക് കിട്ടാത്ത സാധനം ഒന്നുമില്ല. എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസ് കിട്ടും. ഒരു വീട്ടിൽപ്പെട്ട സകലമാന സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടും. ഞാനൊക്കെ ഒരു സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം കണ്ടുപിടിച്ച ചീപ്പസ്റ്റ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ആൾഡി ആയിരുന്നേ. വീടിൻ്റെ അടുത്ത് ആൾഡി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വീക്കെൻഡ് സാധനങ്ങൾ അവിടെ നിന്നാണ് വാങ്ങിയിട്ടിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പ്ലേസിനെ പറ്റി കേട്ടപ്പോൾ ഇവിടെ പോയി നോക്കി. സത്യം പറഞ്ഞാൽ ഏറ്റവും അഫോർഡബിളായ ഒരു പ്രൈസാണിത് ഇവിടെ എല്ലാ സാധനങ്ങൾക്കും. ഇപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടും എല്ലാ വീക്കെൻഡിലും പോയി ഷോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസയും ലാഭിക്കാൻ പറ്റും, നമുക്ക് വേണ്ട സാധനങ്ങളും കിട്ടും. ഞാനങ്ങനെ എല്ലാ വീക്കെൻഡ്സിലും വരാറില്ല, എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഓർത്തേ, ഒരേ മാർക്കറ്റിൽ തന്നെ പല സ്ഥലത്തും ഒരേ സാധനത്തിന് പല റേറ്റ്. എന്ത് രസമല്ലേ. നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെ ഒരേ സാധനത്തിന് തൊട്ടടുത്തടുത്ത കടകളിൽ വില കുറച്ചാൽ നാട്ടിൽ റെഡിയും കൂടെ കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവർ റോട്ടിൽ കൂടെ പോകുന്നവരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, എന്തൊക്കെയോ പറഞ്ഞ് വിളിക്കും, ഫ്രഞ്ചിലും ഡച്ചിലും ഒക്കെ ആയിട്ട് ആളുകൾ അങ്ങനെ സാധനവും മേടിക്കും. ഇതിവിടെ കുറേ ഇങ്ങനെ ഇൻഡോറായിട്ട് ചെയ്ത കുറച്ച് ഏരിയ ഉണ്ട്, ഔട്ട്ഡോറും ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഏരിയയാണ്. ഇത് മറ്റേ നോൺ വെജുകൾക്ക് മാത്രമുള്ള മീറ്റായാലും ഫിഷായാലും അങ്ങനത്തെ സാധനങ്ങൾക്ക്. ഇവിടെ നല്ല അഫോർഡബിൾ ആയിട്ടാണ് നമുക്ക് ഈ ചിക്കനും സാധനങ്ങളും ഒക്കെ കിട്ടുക.